ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നാം കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമെല്ലാം ശാശ്വതമല്ല എന്ന് അനുഭവസ്ഥരായ മഹത്തുക്കൾ പറയുന്നു. അതിനുദാഹരണം, നമ്മൾ സുഷുപ്തിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ഇവയുടെ പ്രതീതി ഒന്നും അനുഭവമാകുന്നില്ല. നമ്മുടെ മനസ്സെന്ന പ്രഹേളിയ ഇന്ദ്രിയങ്ങളിൽ കൂടി ചലിച്ച് ബഹിർഗമിക്കുമ്പോൾ മാത്രമാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ മനസ്സെന്ന ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ ഒഴുകുന്നില്ലെങ്കിൽ നമുക്ക് രൂപമില്ല, ചെവിയിലൂടെ ഒഴുകിയില്ലെങ്കിൽ അവിടെ ശബ്ദമില്ല, രസമില്ല, ഗന്ധമില്ല. അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ്. എന്നാൽ പരമസത്യമായിരിക്കുന്ന പരമ്പൊരുൾ എന്താണ്? ഇതിനെല്ലാം ആധാരമായി വർത്തിക്കുന്നത് എന്തോ അതാണ്. അതെവിടെയാണ്? ഉള്ളതൊന്നുണ്ടുള്ളിലല്ലാതല്ല മറ്റെങ്ങും, അത് കണ്ടിടാനായുള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ. ഉള്ളതൊന്നുണ്ടുള്ളിലല്ലാതല്ല മറ്റെങ്ങും. ഉള്ളതായിട്ടുള്ള ഒന്നുണ്ട്, എന്നാൽ നാം ഉള്ളതെന്ന് പറയപ്പെടുന്ന വാസ്തവത്തിൽ ഉള്ളതല്ല. ഉള്ളതായതെന്തോ അതിനെ കാണാൻ ഈ കണ്ണിന് സാധ്യമേ അല്ല. അതിനാൽ ആ ഉള്ളതായിട്ടുള്ള വസ്തു എവിടെയാണ്? ഉള്ളതൊന്നുണ്ടുള്ളിലല്ലാതല്ല മറ്റെങ്ങും. നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായി വർത്തിച്ചുകൊണ്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളിലൂടെ പുറന്തള്ളുന്ന ശക്തി ഏതോ അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല. നാശമുള്ളതുള്ളതല്ല, ഉള്ളതുള്ളിലുള്ളത്. ഉള്ളതായിട്ടുള്ളത് എന്താണോ അത് നമ്മുടെ ഉള്ളിലുള്ള ആ പരമ്പൊരുളാണ്. ആ ഉള്ളിലുള്ള പരമ്പൊരുൾ ആ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്, ഈ ശരീരത്തെ ഉണ്ടാക്കിയത്. ഇതിനെ ഉണ്ടാക്കിയതും ഇതിനെ നിലനിർത്തുന്നതും ഇതിനെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാക്കുന്നതും ഇതിനെ ജീർണിപ്പിക്കുന്നതും ഇതിനെ അവ്യക്തതയിലേക്ക് മാറ്റുന്നതും അതേ പരമ്പൊരുൾ തന്നെയാണ്. ഈ ശരീരമാകുന്ന ഈ വസ്തുക്കൾ, പഞ്ചഭൂത നിർമ്മിതമായ വസ്തുക്കൾ എല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ്. അതിൻ്റെ സ്വഭാവം അസത്താണ്. എന്നാൽ സത്തായിരിക്കുന്ന ഒരു പരമചൈതന്യമാണ് ഇതിനെ ഉണ്ടാക്കിയത്. അതായത് അതിൻ്റെ രൂപാന്തരമാണ് ഇത്. ഏതുപോലെ നീരാവി രൂപപ്പെടുന്നത് പോലെ, നീരാവി തണുക്കുമ്പോൾ വെള്ളമായും ഐസായും മാറുന്നത് പോലെ. നീരാവി വെള്ളമായി മാറിയാലും ആ വെള്ളത്തിന് നീരാവിയുടെ രൂപത്തിലേക്കും തിരിച്ചു പോകാം. നീരാവിക്ക് വെള്ളമായും മാറാം. അതേ വെള്ളം വീണ്ടും തണുക്കുമ്പോൾ ഐസായി മാറുന്നു. ആ ഐസിനെയാണ് നാം ഇപ്പോൾ ഇന്ദ്രിയദ്വാര കാണപ്പെടുന്ന എല്ലാം തന്നെ. അവയ്ക്ക് നാമമുണ്ട്, രൂപമുണ്ട്, നിറമുണ്ട്, ഗുണങ്ങളുണ്ട്. എന്നാൽ അവ ക്ഷണികമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ നാം ഭ്രമിക്കരുത് എന്നതാണ് പറയുന്നത്. ഇന്ദ്രിയഗോചരമായ വസ്തുക്കളെല്ലാം ക്ഷണികമാണ്. എന്നാൽ ഈ വസ്തുവിന് അതീതമായിരിക്കുന്ന പരമസത്യം ഏതോ അതിന് നാശമില്ല. അതാണ് നാം എല്ലാവരും. ആ പരമസത്യം ബോധിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ ദുഃഖത്തിനും പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. അതറിയാത്ത കാലം വരെ ഇതിലെല്ലാം ഭ്രമിച്ച്
നാം നമ്മുടെ ആയുഷ്കാലം മുഴുവൻ വിരഹവേദനയും അല്പമായ സന്തോഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്പമായ സന്തോഷം കിട്ടിയാൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് തീരാത്ത വേദനയായിരിക്കും. ആ വേദന സഹിക്കുമ്പോഴും ഇത് മാറും, വീണ്ടും സുഖം കിട്ടും എന്ന പ്രതീക്ഷയാണ്. എന്നാൽ ഈ സുഖദുഃഖാദികൾക്ക് അതീതമായ അവസ്ഥയാണ് ശാശ്വതമായ പരമശാന്തിയെ പ്രദാനം ചെയ്യുന്നത്. അതിനെ ലഭിക്കാനായിക്കൊണ്ടുള്ള ഉപകരണമാണ് മർത്യദേഹം. ഇപ്പോൾ നാം മർത്യദേഹത്തിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നു. അമൂല്യമായ മർത്യദേഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആ പരമസത്യത്തെ അറിയുകയാണ് നാം ചെയ്യേണ്ടത്. അത് ദൂരത്തെങ്ങുമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിനെയാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ഉള്ളതൊന്നുണ്ട് ഉള്ളിലല്ലാതല്ല മറ്റെങ്ങും, അത് കണ്ടിടാനായുള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ. അത് കാണണമെങ്കിൽ, അതറിയണമെങ്കിൽ ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് അന്തർമുഖം ആവുക തന്നെ വേണം. മനസ്സിനെ അന്തർമുഖം ആക്കുന്നതിനുള്ള ആ അഭ്യാസ പ്രക്രിയ നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തുകൊണ്ടാണ് മനസ്സ് അന്തർമുഖമാകാത്തത്? ബഹിർലോകത്താണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വസ്തുക്കളെ മാറി മാറി അനുഭവിക്കുന്നു. അവയിലൊന്നും ഇല്ല, അതിനാൽ മറ്റു പലതിനെയും അന്വേഷിക്കുന്നു. കസ്തൂരിമാൻ തൻ്റെ നാഭിയിലിരിക്കുന്ന സുഗന്ധത്തെ അറിയാതെ പല വസ്തുക്കളിലും തിരയുന്നത് പോലെ ആ മാൻ തെണ്ടിത്തെരഞ്ഞ് അന്വേഷിച്ച് അതിലൊന്നുമില്ല എന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴും തനിക്കത് അനുഭവമാകുന്നുണ്ട്. അതെവിടെ നിന്നാണ് എന്നറിഞ്ഞാൽ പിന്നെ തനിക്ക് ഈ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അത് സ്വയമേവ ആസ്വദിച്ചാൽ മാത്രമായി. ആ ശാശ്വതമായ ആസ്വദനീയത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നുണ്ട്. അതിനെയാണ് നാം അറിയേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ജീവിതം ധന്യമാക്കി തീർക്കാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്.